കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കോടതിയിൽ ഹാജരായി. കല്ലൂർ PMLA കോടതിയിലാണ് ഹാജരായത്. കേസിൽ 68-ാം പ്രതിയാണ് സിപിഐഎം. പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജില്ലാ സെക്രട്ടറിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ KV അബ്ദുൽ ഖാദറാണ് ഹാജരായിരിക്കുന്നത്. എന്താണ് അറിയാനാകുന്നത്? കേസിൽ 68-ാം പ്രതി പാർട്ടിയാണ്. പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജില്ലാ സെക്രട്ടറിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. സ്മൃതി, തീർച്ചയായിട്ടും അതായത് പാർട്ടിയെ തന്നെ പ്രതി ചേർത്തിരിക്കുന്ന ഒരു കേസ് എന്ന പ്രത്യേകതയാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിനുള്ളത്. ഈ കേസിൽ 68-ാം പ്രതിയാണ് സിപിഎമ്മിനെ പ്രതികരിച്ച് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ ആരും കോടതിയിൽ ഹാജരായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് കല്ലൂർ PMLA കോടതി തൃശൂർ ജില്ലാ സെക്രട്ടറിയായ KV അബ്ദുൽ ഖാദർ ഹാജരാകണമെന്നുള്ള നിലപാട് സ്വീകരിച്ചത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് അല്പസമയം മുമ്പ് കല്ലൂർ PMLA കോടതിയിൽ ഹാജരായിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും നടപടിക്രമമാണ്. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ ജാമ്യമെടുത്ത് ഇന്ന് അദ്ദേഹത്തിന് മടങ്ങാൻ കഴിയും. നേരത്തെ നമുക്കറിയാം, ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് 2 കുറ്റപത്രങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരുന്നത്. അതിൽ ആദ്യ കുറ്റപത്രത്തിൽ 55 പ്രതികളായിരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കുറ്റപത്രത്തിൽ 28 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ കുറ്റപത്രം സ്വീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രതികളുടെ വാദം കേട്ട കോടതി പ്രതികൾ ഉന്നയിച്ചിരുന്ന വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് തന്നെ ഈ വിചാരണ നേരിടുമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെയാണ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, ഒപ്പം മുൻ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ് അടക്കമുള്ളവർ വിചാരണ നേരിടണമെന്നുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ സമൻസ് നൽകിയിരുന്നതാണ്. 28 പേർക്കും ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നതാണ്. അതിൽ ഈ CPM നേതാക്കൾ അടക്കമുള്ള 8 പേർ മാത്രമാണ് ഹാജരായിരുന്നത്. അതിന് പിന്നാലെ ഈ അന്ന് ഹാജരാകാത്ത മറ്റ് പ്രതികൾ ഇന്ന് ഹാജരാകണമെന്നുള്ള നിർദ്ദേശവും കോടതി നൽകുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയിരുന്നതാണ്. അതിൽ തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ബിനാമി വായ്പകൾ അനുവദിച്ചത് CPM-ന്റെ ഉന്നത നേതാക്കളുടെ അറിവോട് കൂടിയാണ്. ഒപ്പം ഈ ബിനാമി വായ്പകൾ അനുവദിച്ചതിന്റെ കമ്മീഷൻ പാർട്ടിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ കുറ്റപത്രം സമർപ്പിക്കുകയും ഇപ്പോൾ അത് വിചാരണയിലേക്ക് പോവുകയും ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പ്രതികൾ കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കുകയാണ്. ഇനി സ്വാഭാവികമായിട്ടും വിടുതൽ ഹർജി കൂടി, അതായത് ഈ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതികൾ വിടുതൽ ഹർജിയും കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും അതിൽ കോടതി തീരുമാനമെടുത്ത ശേഷം വിചാരണയിലേക്ക് നീങ്ങുകയും ചെയ്യുക. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ കേസിൽ പാർട്ടി പ്രതിയായ കേസിൽ പാർട്ടി സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറിയാണ്.